നമസ്കാരം, ഞാൻ ഡോക്ടർ ചൈത്ര ആണ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സ്പെഷ്യലിസ്റ്റ്, ലൂർദ് ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് 10 things you should know about fibroids. ഫൈബ്രോയിഡ്സ് എന്ന പല ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഫൈബ്രോയിഡ്സ് നമുക്ക് യൂട്രസിൽ ഒരു മുഴ ഉണ്ട് ഡോക്ടർ, അത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ, അത് എന്തിനാ വന്നേ, അത് എങ്ങനെ നമുക്ക് ബാധിക്കും, ഇതാണ് നമ്മൾ പേഷ്യൻസിലുള്ള കോമൺ ക്വസ്റ്റ്യൻസ്, കോമൺ പ്രോബ്ലംസ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 10 things I am telling you is going to be very useful, so please listen to that carefully. ആദ്യം നമ്മൾ നോക്കുന്നത് ഫൈബ്രോയിഡ്സ് ആൻഡ് ദ റെയിന്. മീൻസ് എന്താണ് ഈ ഫൈബ്രോയിഡ്സ്? ഫൈബ്രോയിഡ്സ് ആർ ദ മോണോക്ലോണൽ സെൽ ട്യൂമേഴ്സ്. മീൻസ് ഈ മോണോക്ലോണൽ എന്ന് സയൻറ്റിഫിക്കലി പറയുന്നതും അത് ഒരു സെല്ല് കൊണ്ട് വികസിച്ച് ആവുന്ന ഒരു മുഴയാണ് ഈ ഫൈബ്രോയിഡ്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് കോമൺ പ്രോബ്ലം ദ പേഷ്യൻ്റ് ആസ്ക് is it a cancer? ആൻസർ ഇസ് ഡെഫിനറ്റ്ലി നോ, അല്ല, ഇത് ഒരു ക്യാൻസർ മുഴ അല്ല. ഇത് നമ്മുടെ ദേഹത്തിന് ഒരു സെല്ല് വികസിച്ച് ആവുന്ന ഒരു ബിനൈൻ ട്യൂമർ, നോൺ ക്യാൻസറസ് ട്യൂമർ എന്ന് പറയുന്നതാണ് നമ്മൾ സയൻറ്റിഫിക്. സോ ദാറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. സോ അന്ന് പറഞ്ഞാൽ നോൺ ക്യാൻസറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, ഒന്നും ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലല്ലോ ഡോക്ടർ. ഇസ് ഇറ്റ് കറക്റ്റ്? നോ, ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ്. ബിക്കോസ് ഫൈബ്രോയിഡ് നമ്മുടെ ദേഹത്തിൽ എങ്ങനെ വന്നു? ബിക്കോസ് ഓഫ് ദ ഹോർമോണൽ ഡിസ്റ്റർബൻസ്, ദാറ്റ് ഈസ് ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേറ്റ്. എപ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി ഇല്ലാത്ത, ഗർഭധാരണ ഇല്ലാത്ത ഗർഭത്തിലാണ് ഇത് കൂടുതൽ കാണുന്നത്, ഫൈബ്രോയിഡ്സ് മുഴയായിട്ട്. അപ്പോൾ പ്രഗ്നൻസി ഇല്ലാത്ത ഗർഭത്തിലാണല്ലോ കണ്ടത്. അപ്പോൾ ഹൈപ്പർ ഈസ്ട്രോജനിക് ഫേസിലാണ് ഈ ഫൈബ്രോയിഡ്സ് കണ്ടത്. അപ്പോൾ ഈ ഫൈബ്രോയിഡ്സിനെ നമ്മൾ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ദർ ഇസ് എ ലെസ് ദാൻ 0.5% ചാൻസ് ഓഫ് ഇറ്റ് പ്രോഗ്രസിങ് ടു എനി ക്യാൻസറസ് ട്യൂമർ ഇൻ ദ ലോങ് ടേം. സോ നമ്മളത് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ മോസ്റ്റ് കോമൺലി വരുന്നത് പേഷ്യൻസ് ദേ മേ നോട്ട് ബി നോയിങ് ഇറ്റ് മേ ബി ഇൻസിഡൻറ്റൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈനക് ചെക്കപ്പിന് പോയി, അപ്പോൾ എനിക്ക് ഒരു മുഴയുണ്ടെന്ന് പറയുന്നു. ഇല്ല, ഞാൻ എന്തോ യൂറിൻ പ്രോബ്ലം ആയിട്ട് പോയി, യൂറിന് പോകാൻ പറ്റുന്നില്ല, യൂറിന് അവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുന്നുണ്ട്, ഇത് പിടിച്ച് വെക്കാൻ പറ്റത്തില്ല, അർജൻറ്റായിട്ട് പോകണം, ഇങ്ങനെ വെരി വേഗ് സിംറ്റംസ് ആയിട്ട് ചില ആൾക്കാർ വരും. വയറ് വെറുതെ വീർത്ത് വരുന്നുണ്ടായിരുന്നു, വയറിൽ ഒരു ചെറിയ കല്ല് പോലെ ഫീലായി. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കണ്ടേ. പിന്നെ ചില ആൾക്ക് ഒരു ജെന്യൂൻലി സിംറ്റമാറ്റിക് ആയിട്ട് വരും, ലൈക്ക് ഹെവി ബ്ലീഡിങ് ആയിട്ടും, പിന്നെ മാസത്തിൽ ഒരു 2 പ്രാവശ്യം ബ്ലീഡിങ് ആയിട്ട്, പിന്നെ ഒരു 4-5 ഡേയ്സ് കണ്ടിന്യൂസ് ഒരു ടാപ്പ് തുറന്ന പോലെയാണെന്ന് പേഷ്യൻസ് നേരിട്ട് പറയും. ടാപ്പ് തുറന്ന പോലെയാണ് ബ്ലീഡിങ് പോകുന്നത് ഡോക്ടർ. ദാറ്റ്സ് കോൾഡ് ഫ്ലഡിങ്. ഇറ്റ്സ് ഓൺ ദ സെക്കൻഡ് ഡേ. ബിക്കോസ് നമ്മൾ ഈ ഗർഭപാത്രത്തിൽ കാണുന്ന മുഴയുണ്ടല്ലോ, ഈ ഫൈബ്രോയിഡ് ഇങ്ങനെ വികസി ആ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ വന്നിട്ട് അത് ഇൻ ടു ദ ക്യാവിറ്റി, ഇതാണ് നമ്മൾ എൻഡോമെട്രിയൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ. ക്യാവിറ്റിയിൽ കയറി കഴിഞ്ഞാൽ അത് ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ആവാൻ സമ്മതിക്കത്തില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ഗോ ഓൺ ബ്ലീഡിങ്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ബ്ലീഡിങ് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കും. ദ എൻഡോമെട്രിയം ഈസ് സോ ഇറഗുലർലി haphazardly under the hormonal stimulus on the fibroid that it will not respond to even tablets sometimes. മെഡിസിൻ കൊണ്ട് കൂടെ ആ ബ്ലീഡിങ് നിൽക്കാൻ കുറച്ച് പാടാണ് ചില സമയത്ത്. ഇങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് മീൻസ് സിംറ്റമാറ്റിക് ആൻഡ് എസിംറ്റമാറ്റിക്, ഈ 2 വിധത്തിൻ്റെ ഫൈബ്രോയിഡ്സ് ആണ് നമ്മൾ പേഷ്യൻസിൽ കാണുന്നത്. സോ സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ് നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. So the 2 points I have already told you, it's not a cancerous tumor. Second one is it needs treatment when it is symptomatic. Symptoms ulla mozhake treatment venam. Okay, so let's see the next part. Idu uttri common aanu doctor? Yes, whenever we see a fibroid for the first time, patients na parayunnathu itre ullu, valare common tumor aanu, nothing to worry, just relax, we have a definitive treatment for this. ഇത് എങ്ങനെ വന്നു ഡോക്ടർ? ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് തിങ്. ഇറ്റ്സ് എ ജനറ്റിക് ടെൻഡൻസി. ചില ആൾക്കാർക്ക് മുഴ ഫോർമേഷൻ ഇത് ആ ഒരു സെല്ല് ഡിഫറെൻ്റ്ലി നോർമൽ സെല്ലായിട്ട് പോകുന്നതാണ് നോർമൽ ഗർഭപാത്രം. അത് ഡിഫറെൻ്റ്ലി ഡിവൈഡ് ആകുമ്പോഴാണ് ഈ മുഴ വന്നത്. അപ്പോൾ നമ്മൾ ജനറ്റിക് ടെൻഡൻസി ഉണ്ട്, നമ്മുടെ ബോഡിയിൽ ആ ജനറ്റിക് ടെൻഡൻസി കൊണ്ടാണ് നമ്മൾ അവിടെ മുഴ കാണുന്നത്. പിന്നെ ഡയറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ്, definitely you can do it. As I mentioned, hyperestrogenism is the root cause for this fibroid. So please cut down on the food which causes hyperestrogenic status in the body, like soya related products, then high caloric chicken and meats products which are causing the estrogen stimulus.
ആൻഡ് പ്ലീസ് ആഡ് അപ്പ് മോർ ആൻഡ് മോർ ഓഫ് antioxidants and vegetables and rich green leafy vegetables like that. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് എന്തെങ്കിലും എക്സസൈസോ ഇല്ല ആയുർവേദ ഹോമിയോപ്പതിയിലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്യാൻ പറ്റും. മിക്കവാറും ഇപ്പോൾ വളരെ കുറേ പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ഒരു 6 മാസം നോക്കി 1 വർഷമായിട്ട് ആയുർവേദം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫൈബ്രോയിഡ്സ് ഒന്നും കുറഞ്ഞിട്ടില്ല, എന്താ ചെയ്യാം? ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫ്രം ആയുർവേദ ഹോമിയോപ്പതി ഒന്നും കാണുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എ ട്യൂമർ വിച്ച് ഇസ് കം ഫ്രം ദ വാൾ ഓഫ് ദ യൂട്രസ് ഓർ വേറെ എവിടെ ആയാലും ഒരു ട്യൂമറാണ്. സോ അങ്ങനെ അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ഒന്നും ആവാൻ പോകുന്നില്ല. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷുഡ് ഐ ബി വറീഡ്? ആൻസർ ഇസ് നോ, യു നീഡ് നോട്ട് ബി വറീഡ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഐദർ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓർ ഫോളോ അപ്പ് രണ്ടാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ if it is a too big a size like more than 5 centimeter or a tumor which is entering the cavity എന്ന് പറഞ്ഞില്ല, ഗർഭപാത്രയുടെ ഉള്ളിൽ നിന്ന് കാവിറ്റിയിൽ എൻ്റർ ആവുന്ന ട്യൂമർ ഉണ്ടെങ്കിൽ, സബ് മ്യൂക്കോസൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഹെവി ബ്ലീഡിങ്ങും സിവിയർ പെയിനും ഇല്ല കുട്ടികളാവാത്ത സ്ഥിതിയിൽ നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ തന്നെ ഡെഫിനറ്റീവായിട്ട് ടാക്കിൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഫോളോ അപ്പ് എപ്പോഴാണ് വേണ്ടത്? എ പേഷ്യൻറ്റ് ഹൂസ് കോഇൻസിഡൻ്റലി ഇങ്ങനെ ചെക്കപ്പ് വന്നപ്പോൾ നമ്മൾ ഫൈബ്രോയിഡ്സ് കണ്ടുപിടിച്ചതായാലും ഇല്ല സ്കാനിങ് സമയത്ത് സ്കാനിങ് കണ്ടിട്ട് ഈ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടു, പക്ഷെ അതുകൊണ്ട് നമുക്ക് പേഷ്യൻറ്റിന് ഒരു സിംറ്റമും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അടിവയറിന് ഭാരമായാലോ വേദന ആയാലോ യൂറിനറി സിംറ്റംസ് ആയാലോ ബ്ലീഡിങ് സിംറ്റംസ് ആയാലും ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഫോളോ അപ്പ്. ആൻഡ് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദറ്റ്സ് എ മെയിൻ പോയിൻറ്റ് ഐ വാണ്ടഡ് ടു ടെൽ യു ഓൾ. 2 വർഷം മുമ്പ് ഒരു 2 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ, പക്ഷേ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല ഹോസ്പിറ്റൽ കേട്ടോ. ദാറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് ആറ്റിറ്റ്യൂഡ്. പ്ലീസ് വി ഹാവ് ടു ഫോളോ ഇറ്റ് അറ്റ്ലീസ്റ്റ് 1 ഇയർലി ഒരു ഫോളോ അപ്പ് വേണം ഈ ഫൈബ്രോയിഡ്സിന്. ഇഫ് ദേ ആർ സ്മോൾ ദേ മേ ഗ്രോ ഇൻ യുവർ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. അപ് ടു 45 ഇയേഴ്സ് വരെ ഈസ്ട്രോജൻ സ്റ്റിമുലസ് ഉള്ള സമയത്ത് അത് കുറച്ച് ഗ്രോ ആവാം, 0.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ പെർ ഇയർ. Unless it is causing any symptoms to you or unless it is causing any other problems which needs definitive immediate intervention, അത് നമുക്ക് ഫോളോ അപ്പ് എങ്ങനെ ക്ലിനിക്കലി നമ്മൾ പേഷ്യൻസിനെ കാണും വർഷത്തിൽ ഒരു പ്രാവശ്യം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ ഇല്ല ചെക്കപ്പ് ചെയ്യും. ഇൻറ്റർണൽ ചെക്കപ്പിൽ എന്തെങ്കിലും സൈസ് കൂടിയിട്ടുണ്ടോ ഇല്ല അത് ഏതെങ്കിലും വേറെ അവയവാംഗത്തിൽ പ്രസ്സായിട്ട് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ലൈക്ക് ഇപ്പോൾ സൈസ് കൂടിപ്പോയാൽ മേ ബി അറൗണ്ട് 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ഒരു മുഴ ഇല്ലെങ്കിൽ 4-5 സെൻറ്റിമീറ്ററിന് 5-6 മുഴ അങ്ങനെ കുറേ ഫൈബ്രോയിഡ്സ് വരുമ്പോഴാണ് സിംറ്റംസ് കൂടിക്കൊണ്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി അതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉള്ളതെന്ന് നോക്കാം. സോ ഈ ഫോളോ അപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേക്കണേ. സോ ദാറ്റ് വിൽ ബി ആനുവൽ ചെക്കപ്പ് ആൻഡ് ഓൾസോ സ്കാനിങ് ഇഫ് നെസസറി. ദാറ്റ് യൂഷ്വലി റിക്വയർസ് ലൈഫ് ടൈം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് പോയിന്റ് ഇസ് ഈ ഫൈബ്രോയിഡ്സിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. സോ നമ്മൾ പറഞ്ഞ രീതിയിൽ ഇറ്റ് ഈസ് എ ട്യൂമർ. ഇഫ് ഇറ്റ് ഈസ് ക്വൈറ്റ് ബിഗ് എനഫ് സംടൈംസ് പ്രഷർ സിംറ്റംസ് എന്ന് ഞാൻ പറഞ്ഞു. can be pressing on the vital organs like നമ്മൾ മൂത്രസഞ്ചിക്ക് കിഡ്നിന്ന് മൂത്രസഞ്ചിക്ക് കണക്ട് ചെയ്യുന്ന യൂറിറ്റർ ആവാം, അതിനെ പ്രസ് ചെയ്തിട്ട് കംപ്രസ് ആവുമ്പോൾ അതിനകത്ത് ഹൈഡ്രോ യൂറിറ്റേഴ്സ് ആണ് കിഡ്നി ഫംഗ്ഷൻ എഫക്റ്റ് ആവുന്നതോ ഇല്ല സെക്കൻഡ്ലി നമ്മളെ ബ്ലാഡറിൻ്റെ മുകളിൽ അത് ഇരുന്നിട്ട്. സോ ആസ് ഐ ടോൾഡ് യു നമ്മൾ യൂട്രസും ബ്ലാഡറും റെക്ടം ദീസ് ആർ ദ തിങ്സ് വിച്ച് ആർ ദ പെൽവിസിൽ പെൺകുട്ടികൾ പെൽവിസിലുള്ള ഓർഗൻസിൽ ഏതൊരു ഓർഗന് പ്രഷർ സിംറ്റംസ് കാണിച്ചാലും ഈ ഫൈബ്രോയിഡ്സിന് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. സോ യൂറിൻ ബ്ലാഡറിൻ്റെ മുകളിൽ കംപ്രസ് ചെയ്യുമ്പോഴാണ് മറ്റ് യൂറിനറി സിംറ്റംസ് കാണുന്നത്. ബാക്കിൽ ഫൈബ്രോയിഡ് ലൊക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ അതിൻ്റെ വേറെ സിംറ്റംസ് ഉണ്ടാവും. പോസ്റ്റീരിയർലി മീൻസ് ബാക്കിൽ വയറ്റിന് പോകുന്ന സഞ്ചി ഓർ റെക്ടം എന്ന് നമ്മൾ പറയും. റെക്ടത്തിൽ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ മോഷൻ പോകുന്ന സിംറ്റംസ് ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. നമ്മൾ 2 days ആയി 3 days ആയി മോഷൻ ക്ലിയർ ആവുന്നില്ല, എന്തോ ഒരു ബാധ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ദെർ വിൽ ബി എ മുഴ സിറ്റിംഗ് ഓൺ ദ റെക്ടം. So I would like to remember one patient here. She used to have during the periods മാത്രം നല്ല ചെറിയ ഒരു ബുദ്ധിമുട്ട് പെയിനും അല്ലാത്ത വേറെ സിംറ്റംസ് ഒന്നുമില്ല. പക്ഷേ ഡ്യൂറിങ് ദ പീരിയഡ്സ് മാത്രം കോൺസ്റ്റിപ്പേഷൻ ലൈക്ക് 3 days 5 days ആയിട്ടും മോഷൻ പോകുന്നില്ല. എന്നാൽ എല്ലാ മാസം ഓൾമോസ്റ്റ് എവറി മന്ത് ഷീ യൂസ് ടു കം. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്താണ് ദർ ഇസ് എ ഫൈബ്രോയിഡ്
ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഈ ഫൈബ്രോയിഡ്സിൻ്റെ കൂടെ അസോസിയേറ്റഡ് ചില പ്രോബ്ലംസ് കാണാറുണ്ട് പെൺകുട്ടികൾക്ക്. ലൈക്ക് എൻഡോമെട്രിയോസിസ് ആവാം, ഹെവി ബ്ലീഡിങ്, എൻഡോമെട്രിയൽ ലൈനിങ് അബ്നോർമാലിറ്റീസ് ലൈക്ക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയും, ഓവേരിയൻ സിസ്റ്റ് കൂടെ ആവാം. ഇങ്ങനെ ഫൈബ്രോയിഡ്സിൻ്റെ കൂടെ വരുന്ന പ്രശ്നങ്ങളാണ് എൻഡോമെട്രിയോസിസ്. സോ ഇങ്ങനെ വരുമ്പോൾ സിവിയർ പെയിനും ഡീപ്പ് സിറ്റഡ് ഡിസ്പെരിനിയ ഡിസ്ചീസിയ എന്ന് പറയും. അതായത് അങ്ങനെ ആ പീരിയഡ്സിൻ്റെ ടൈമിൽ മാത്രം മോഷനിൻ്റെ പ്രശ്നങ്ങൾ കാണുന്ന ആൾക്കാർ ഒന്ന് മനസ്സിൽ വെക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഇൻറ്റർണൽ ഓർഗാനിക് പ്രോബ്ലം, ദിസ് ഇസ് ഓർഗാനിക് പ്രോബ്ലം, ഫിസിയോളജിക്കൽ അല്ല, ഓർഗാനിക് പ്രോബ്ലമാണ്, ഗൈനക്കിനെ കാണേണ്ടി വരും. ചിലപ്പം നമുക്ക് അതിന് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരാം. പിന്നെ രണ്ടാമത്തത്, ചില ആൾക്കാർ 3 വർഷമായി ഞാൻ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രഗ്നൻസി ആയില്ല, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ വേറെ ഒരു സിംറ്റമും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പീരിയഡ്സ് ഏറ്റവും റെഗുലറാണ്, കൃത്യമായിട്ട് വരും, ഇപ്പോൾ കറക്റ്റ് ബ്ലീഡിങ് കൂടെ സാധാരണ പോലെ ആവും, പക്ഷേ പെയിൻ ചെറുതായിട്ട് ഇടയ്ക്ക് ഉണ്ടാവും, അതെല്ലാം പെൺകുട്ടികൾക്കുള്ളതല്ലേ ഡോക്ടർ? ഓക്കെ, സോ ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളൊന്ന് എവാലുവേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഐ റിമെമ്പർ വൺ ലേഡി ഹൂ ഹാസ് ബീൻ ട്രൈങ് ഫ്രം 2 years, വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, പക്ഷേ ഷി ഡിഡ്ന്റ് കം ഫോർ എനി ചെക്കപ്പ് ഓർ എനി ട്രീറ്റ്മെൻറ്റ്. നമ്മൾ സാധാരണ നോക്കുന്ന രീതിയിൽ പ്രഗ്നൻസി നോക്കുമായിരുന്നു. സോ ഓൺ ദ ഇൻസിഡൻറ്റൽ ഫൈൻഡിങ് ദർ ആർ 7 centimeter, ഒരു തേങ്ങ സൈസിൻ്റെ 3-4 ഫൈബ്രോയിഡ്സ്. സോ ആൻഡ് വൈ ഐ എം ടെല്ലിങ് ഈസ് ദ സൈസ് മേ നോട്ട് ബി ഡയറക്ട്ലി ഈക്വലൻറ്റ് ടു ദ സിംറ്റംസ്. സോ സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ദർ ക്യാൻ ബി ദാറ്റ് ഓർഗാനിക് ലീഷൻ ദർ, ദ പ്രോബ്ലം ദർ, ദ ട്യൂമർ വിച്ച് നീഡ്സ് ടു ബി അറ്റൻഡഡ്. സോ 7 centimeter 3 ഫൈബ്രോയിഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, one of them was touching the cavity. So that is giving a different contour there to the fibroid uterus in the size. ഇങ്ങനെ 3-4 ഫൈബ്രോയിഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ, സാധാരണ യൂട്രസ് ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ ചറിഞ്ഞ് പോകും. പിന്നെ ആ ട്യൂമർ നമ്മൾ ട്യൂബിനെ പ്രസ് ചെയ്യാം ചിലപ്പം, അപ്പോൾ ട്യൂമറിന് അടുത്തുണ്ടാവാം ചിലപ്പോൾ, അപ്പോൾ എന്താവും, ട്യൂബിൽ എഗ്ഗ് പിക്കപ്പ് ചെയ്യുന്ന കപ്പാസിറ്റിയും കുറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവാം. ഇല്ല, ആ ഫൈബ്രോയിഡ് അവിടെ ഉള്ളത് കൊണ്ട് പ്രഗ്നൻസി ആയാലും അത് അവിടെ നിൽക്കാൻ ചിലപ്പം സ്ഥലം കൊടുക്കത്തില്ല, ഇറ്റ് വിൽ പ്രസ് ദ എംബ്രിയോനെ ഇംപ്ലാന്റേഷൻ സമ്മതിക്കത്തില്ല, ഇറ്റ് വിൽ ട്രൈ ടു പുഷ് ഓഫ്. പിന്നെ യൂട്രസിൻ്റെ എല്ലാ മാസം പീരിയഡ്സ് ടൈമിൽ ഒരു കൺട്രാക്ടിലിറ്റി ഉണ്ടാവും, ഒരു പോലാർ കൺട്രാക്ടിലിറ്റി ഫ്രം ദ ഫണ്ടസ് ടു ദ സർവിക്സ് എന്ന് പറയും. അങ്ങനത്തെ കൺട്രാക്ടിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് എക്സസീവ് അബ്നോർമൽ കൺട്രാക്ടിലിറ്റി ഐ വുഡ് ലൈക്ക് ടു സേ. സോ അങ്ങനെ കൺട്രാക്ടിലിറ്റി അബ്നോർമൽ ആയി പോകും ഈ ഫൈബ്രോയിഡ്സ് അവിടെ നിൽക്കും. അപ്പോൾ ഇറ്റ് വിൽ ട്രൈ ടു പുഷ് ഓഫ് ദ എംബ്രിയോ, അപ്പോൾ ചിലപ്പം മിസ്കാരേജ് ആവാം. So what we did was, we did a lap myomectomy. So after the lap myomectomy, within 6 months she conceived and she completed successfully and she had a twins. She's very happy about it. So that is the beauty of detecting it and just treating it in the mild symptoms. ഇല്ലാത്ത കാരണമായിരിക്കാം, പക്ഷേ ഇൻഫെർട്ടിലിറ്റി കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നത്, യെസ് ഫൈബ്രോയിഡ്സിനെ കണ്ടുപിടിച്ചു, what to do next. So as I told you, ഒത്തിരി ഒരു ഡെഫിനറ്റീവ് റീസൺ ഉണ്ട് എന്തിനാ ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ. ഇത് മെഡിസിൻസ് മതിയോ ഡോക്ടർ, ടാബ്ലറ്റ്സ് എടുത്തിട്ട് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? ആസ് ഐ ടോൾഡ് യു, ദറ്റ് ഈസ് ഇൻഡിവിജ്വൽ. വൺ ഷൂ സൈസ് ഡസൻറ്റ് ഫിറ്റ് ഇൻ ടു എവറിബഡി. സോ ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടി വരും ഇവിടെ ട്രീറ്റ്മെൻറ്റിന്. ഈച്ച് ഫൈബ്രോയിഡ് ഹാസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്. സോ ഓൺലി ഇഫ് വേറെ കാരണം ഒന്നുമില്ല ഇൻഫെർട്ടിലിറ്റിക്ക്, ഇത് മാത്രം കാണുന്നുണ്ട് എന്ന ആൾക്കാർക്കാണ് നമ്മൾ പിന്നെ അതിൻ്റെ ലൊക്കേഷൻസ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഫോർ സച്ച് പീപ്പിൾ ദ റിമൂവൽ, ഫൈബ്രോയിഡ് റിമൂവൽ, സർജിക്കൽ റിമൂവൽ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു അ ലോട്ട് and they will have a successful pregnancy also. So surgical removal എന്ന് പറയും, വലിയ സർജറി ചെയ്യേണ്ടി വരുമോ? ഡെഫിനറ്റ്ലി നോട്ട് നെസസറി. വി ക്യാൻ ഗോ ഫോർ എ കീഹോൾ ലാപ്രോസ്കോപ്പിക് മയോമെക്ടമി എന്ന് പറയും, ലാപ്രോസ്കോപ്പിക് യൂട്രസിലെ ഫൈബ്രോയിഡ് റിമൂവൽ എന്ന് പറയും. സോ അവിടെ എന്താ ചെയ്യണത്, നമ്മൾ 1 centimeter മുഴുവൻ നമ്മൾ വയറിന് ഉള്ളിൽ ഗ്യാസ് ഇട്ടിട്ട് നമ്മൾ ഈ ഫൈബ്രോയിഡ്സൊക്കെ യൂട്രസിന് മുകളിൽ ഒരു ചെറിയ ഇൻസിഷൻ, നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട്, ഇപ്പോൾ 4-5 centimeter ഉണ്ടെങ്കിൽ 4 centimeter ഇൻസിഷൻ. വൈ ലാപ്രോസ്കോപ്പി ഈസ് ദ ബെസ്റ്റ് റൂട്ട്? ബിക്കോസ് it's going to be minimal blood loss, the vision will be better, നന്നായിട്ട് കാണാൻ പറ്റൂ. 6 times മാഗ്നിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് വേറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ വെരി മൈനർ സ്ട്രക്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് ദ ഫൈബ്രോയിഡ്സ് കൂടെ പ്രിസർവ് ചെയ്യാൻ പറ്റും. വീക്ക് സൈറ്റസ്, ന്യൂറോ ഹോർമോണൽ മില്യൂ ക്യാൻ
വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് വെൽ റീഅപ്രോക്സിമേറ്റഡ്. ദ സൂച്ചറിങ് കൂടെ നമ്മൾ ഈ ഫൈബ്രോയിഡ്സിനെ ഒരു ഓറഞ്ച് പോലെ ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഫൈബ്രോയിഡ് ആ മുഴ മാത്രം ആസ് ഇറ്റ് ഇസ് ആസ് എ ടോൾഡ് മോണോക്ലോണൽ ഒരു സെല്ലിൻ്റെ വന്ന മുഴ അതുകൊണ്ട് ആ സെല്ലിൻ്റെ ഭാഗം മാത്രം ആ മുഴ മാത്രം എടുത്ത് കഴിഞ്ഞാൽ വേറെ യൂട്രസിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. മീൻസ് ബ്ലീഡിങ് വരാത്ത നമ്മൾ ഇമ്മീഡിയറ്റ്ലി സൂച്ചർ ചെയ്യും, ചിലപ്പം 2 or 3 layers. എന്നിട്ട് ആസ് യു ക്യാൻ സീ ഇൻ ദ വീഡിയോ ദറ്റ് suturing ഈസ് ഗോയിങ് ഓൺ. നമ്മൾ കുറേ സൂച്ചേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. നൗ വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി വി ഹാവ് ഓട്ടോ റീറ്റെയിനിങ് സൂച്ചേഴ്സ് കോൾഡ് ബാബ് സൂച്ചേഴ്സ്. സോ വി ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് ലൈക്ക് കൺവെൻഷനലി. പഴയ കാലത്തിൽ നമ്മൾ സ്ട്രേറ്റ് സീസേഴ്സും സ്ട്രേറ്റ് നീഡിൽസും ആൻഡ് ത്രെഡ് മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ now we have advanced technology, advanced high definition cameras wherein we can do a very good surgery and even the biggest fibroids like up to 8, 9, 10 centimeter whatever size can be safely removed. And if definitely it's a major surgery and needs expertise and we have to be prepared. സംടൈംസ് ചില സമയത്ത് നമ്മൾ ഈ സർജറിക്ക് പോകാൻ മുമ്പ് ഒരു ഫൈബ്രോയിഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നോക്കും, എവിടെയാണ് ഇത് ലൊക്കേഷൻ ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത്, അതൊക്കെ നോക്കിയിട്ട് ഫർദർ പോകത്തുള്ളൂ. സോ ദ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആസ് ഐ മെൻഷൻ യു പേഷ്യൻറ്റ് ക്യാൻ സെക്കൻഡ് ഡേ തന്നെ ഹലോ ഡോക്ടർ ഗുഡ് മോർണിംഗ് ഷീ വിൽ ബി ടെലിങ് മീ. ഐ ഡോണ്ട് ഹാവ് ടു ടെൽ ഹർ. മോസ്റ്റ് ഓഫ് ദ ടൈംസ് വലിയ ഓപ്പറേഷൻ ആകുമ്പോൾ ഐ ഹാവ് ടു ഗോ ആൻഡ് ടെൽ ഹായ് പ്ലീസ് ഗെറ്റ് അപ്പ്. ബട്ട് നോ, after a lap myomectomy patient will get up and say hi doctor, good morning, can I go home? That will be the next question. So usually the recovery will be very fast, pain free ആയിരിക്കും. And yes, definitely there will be some ailments like ചിലപ്പോൾ നടക്കാം, ചെറിയ ഒരു വലിച്ചിൽ ഫീൽ ആവാം, പിന്നെ ഒരു ചെറിയ ഫീവർ വരാം, മയോമ ഫീവർ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സ് മേ ബി ഫോർ 1 or 2 days may be necessary depending on that. യെസ്, ഇത്ര വലിയ ഫൈബ്രോയിഡ് എങ്ങനെ എടുക്കും ഡോക്ടർ? യെസ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ബൈ വാട്ട് ഈസ് കോൾഡ് ആസ് മോർസിലേഷൻ. ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കും. സോ ദർ ഇസ് സംതിങ് കോൾഡ് എൻഡോ ബാഗ്. നമ്മളിങ്ങനെ പീസ് ആക്കുമ്പോൾ ദർ ഈസ് വൺ കോംപ്ലിക്കേഷൻ, പീസസ് ഒക്കെ വേറെ അടുത്ത് പോയിട്ട് ഡെപ്പോസിറ്റ് ആവത്തില്ല, പിന്നെ അവിടെ വേറെ മുഴ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ കൂടെ കാണാറുണ്ട്. അതിന് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഇൻ ബാഗ് മോർസിലേഷൻ എന്ന് ചെയ്യുന്നത്. ഇൻ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗാണ്. നമ്മൾ വയറിൽ ആ 1 സെൻറ്റിമീറ്റർ മുഴുവൻ കൂടെ കയറ്റിയിട്ട് ആ പ്ലാസ്റ്റിക് ബാഗിന് ഇൻസൈഡാണ് നമ്മൾ ഈ മുഴ ഇട്ടിട്ട് പിന്നെ അതിനകത്ത് ഒരു പീസസ് ആയിട്ട് എടുക്കും. So it will take some time. It may take some time like 2-3 hours for morcellation or total surgery to happen, but it is one of the good options. Next, അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് യൂട്രസിൽ ഒരു മുറിവ് വരത്തില്ലേ ഡോക്ടർ? യെസ്, ഡെഫിനറ്റ്ലി ദർ ഈസ് എ പ്രോബ്ലം ലൈക്ക് ദാറ്റ്, ദ സ്കാറിംഗ് ഓഫ് ദ യൂട്രസ്. ദാറ്റ്സ് ദ റീസൺ ആസ് ഐ ടോൾഡ് യു ഇറ്റ് ഈസ് ദിസ് സർജറി ഈസ് അഡ്വൈസ്ഡ് ഓൺലി ഫോർ ഇൻഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രം നമ്മൾ ചെയ്യേണ്ടത്. ബിക്കോസ് ഇത് നമ്മൾ എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ടാവും യൂട്രസിൽ. ആ മുറിവ് നമുക്ക് ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ ചിലപ്പം സിസേറിയന് പോകേണ്ടി വരാം, നോർമൽ ഡെലിവറിക്ക് ചാൻസസ് കുറയും. അത് മാത്രമേ ഉള്ളൂ ഒരു എഫക്റ്റ്. സോ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. സോ സ്കാർലെസ് മയോമെക്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, ദർ ഇസ് സംതിങ് കോൾഡ് ദാറ്റ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ. നമ്മൾ ഈ ഫൈബ്രോയിഡ് ക്യാവിറ്റിന് ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ക്യാവിറ്റിന് ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും നമ്മൾ. അതിന് വേറെ ടൈപ്സ് ഉണ്ട്, 0, 1, 2, 3 സ്റ്റേജ് എന്ന്. അപ്പോൾ ആ type 1 or type 0 ഈസ് കംപ്ലീറ്റ്ലി ഓർ 50% ഇൻ ദ ക്യാവിറ്റി ഉള്ളവരിനെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ദൂർബിൻ യൂട്രസിൽ കയറിയിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴെ ഡെലിവറി സ്ഥലത്തിൻ്റെ കൂടെ എടുക്കും. അപ്പോൾ യൂട്രസിലൊന്നും കട്ട് മാർക്കൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും. ഇത് ഒരു സ്കാർലെസ് ടൈപ്പ് ഓഫ് മയോമെക്ടമി എന്ന് തന്നെ പറയാൻ പറ്റും. അതാണ് നമ്മൾ ഹിസ്ട്രോസ്കോപ്പിക് മയോമ റിസെക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. അത് നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 10-20 ഇയേഴ്സ് കൊണ്ട് തുടങ്ങി നിൽക്കുന്ന പ്രൊസീജിയറാണ്. സോ ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. പണ്ടൊക്കെ നമ്മളതിന് യൂട്രസ് മുറിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് ക്യാവിറ്റീൻ്റെ ഭിത്തിയിൽ പോയിട്ട് എടുക്കുമായിരുന്നേ. ഇപ്പോൾ നമുക്ക് ആ ദൂർബിന്ന് ഉള്ളത് കൊണ്ട് താഴെ കൂടെ പോയിട്ട് അത് മാത്രം എടുത്തിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഓപ്ഷൻ ഉണ്ട്. സോ ദീസ് 2 ആർ ദ തിങ്സ്. നെക്സ്റ്റ്, എനിക്കിപ്പോൾ പ്രഗ്നൻസി ആയി ഡോക്ടർ, തന്നെ ആയി, പക്ഷെ അവിടെ ഒരു 2 ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. Is it okay? Definitely. That is one of the most common scenarios seen in our ladies, because as I said, fibroid is the second most common problem seen in the ladies. മോസ്റ്റ് കോമൺ ഒരു 30% ഓഫ് ദ റിപ്രൊഡക്റ്റീവ് ഏജ് ഗേൾസിൽ ഈ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഒരു തന്നെ പ്രഗ്നൻസി വരും. ഫൈബ്രോയിഡ് അത്ര പ്രശ്നമില്ലാത്ത ഫൈബ്രോയിഡ് അവിടെ എവിടെയോ ഉണ്ടെങ്കിൽ
അപ്പോൾ പ്രഗ്നൻസി വിത്ത് ഫൈബ്രോയിഡ്സ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ മിക്കവാറും പ്രഗ്നൻസിന് അത് ചെറിയ ചെറിയ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ ഒത്തിരി ബാധിക്കാറില്ല. അത് നന്നായിട്ട് 30% ആൾക്കാർക്ക് മാത്രം പ്രഗ്നൻസിയിൽ ഈ മുഴ കൂടും സൈസ്. ചിലപ്പം 2-3 സെൻറ്റിമീറ്ററിൻ്റെ ഫൈബ്രോയിഡ് നമ്മൾ 3 മാസം ഗർഭിണിയിൽ കണ്ടാൽ ഒരു 5 മാസം 6 മാസം ആകുമ്പോൾ അതൊരു 6 സെൻറ്റിമീറ്റർ വരെ പോകാനുള്ള സാധ്യത കൂടെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യണോ ഇല്ല പ്രഗ്നൻസി എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, അതാണ് നമുക്ക് ചലഞ്ച്. നത്തിങ് ടു വറി, ജസ്റ്റ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് വേണ്ടി വരും. പിന്നെ സൈസ് ഓഫ് ദ ഫൈബ്രോയിഡ് ഇടയ്ക്ക് നോക്കേണ്ടി വരും. പിന്നെ അത് നമ്മൾ കാവിറ്റിയിൽ വരുന്നില്ല ഇല്ല പേഷ്യൻ്റ് ബേബീൻ്റെ മീൻസ് ആ എംബ്രിയോൻ്റെ പ്ലാസൻറ്റേഷൻ മഴുപ്പിള്ളേൻ്റെ അടുത്ത് ഈ ഫൈബ്രോയിഡ് പ്രസ് ചെയ്യുന്നില്ല ഇല്ല അവിടെ അത് ഹിൻഡർ ചെയ്യുന്നില്ല ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അബ്സർവ് ചെയ്ത് മതി. അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ പ്രഗ്നൻസീസിൽ നമ്മൾ ചെറുതായിട്ട് ചാൻസസ് ഓഫ് ബ്ലീഡിങ്, ചാൻസസ് ഓഫ് മിസ്കാരേജസ്, ചാൻസസ് ഓഫ് പ്രീ ടേം ഡെലിവറി, പിന്നെ ഒരു റെഡ് ഡീജനറേഷൻ പെയിൻ എന്ന് പറയും. ഈ ഫൈബ്രോയിഡ്സ് സൈസ് ഇങ്ങനെ കൂടുമ്പോൾ അതിനകത്ത് ആ ബ്ലീഡിങ് ആയിട്ട് ചെറുതായിട്ട് പെയിൻ കൂടെ കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അത് യൂഷ്വലി മെഡിസിൻസ് കൊണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഒത്തിരി വലിയ സൈസ് വരുമ്പോൾ ലൈക്ക് മോർ ദാൻ 10 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ വിത്ത് പ്രഗ്നൻസി കൂടെ കാണാറുണ്ട്. ആ സമയത്ത് നമുക്ക് ചെറിയ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആവോ ഇല്ലയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും. So that yes, you can definitely go for a normal delivery in a fibroid uterus with pregnancy provided ആ ഫൈബ്രോയിഡ് നമുക്ക് താഴത്തെ പോർഷൻ ബേബീൻ്റെ ഹെഡിൻ്റെ പോർഷനിൽ വന്നിട്ട് ഇമ്പാക്റ്റ് ആയിട്ടില്ല, നന്നായിട്ട് ഫോർമേഷൻ ആവുന്നുണ്ട്, നന്നായിട്ട് പ്രോഗ്രസ് ആവുന്നുണ്ട്. നോർമൽ ഡെലിവറി ഈസ് എ ബെസ്റ്റ് ഡെലിവറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ അബ്സർവ് ചെയ്താൽ മതിയായിരിക്കും. അതൊന്നും സിംറ്റംസ് കൊടുത്തില്ലെങ്കിൽ ഒന്നും വേണ്ടി വരത്തില്ല. ഇല്ല ഒരു നല്ല സൈസ് ഉണ്ടെങ്കിൽ ഫർദർ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സപ്പോസ് ഈ ഫൈബ്രോയിഡ് നമുക്ക് പ്രഗ്നൻസിയിൽ മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വേറെ പ്രിക്കോഷൻസ് എടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. കുറച്ച് റെസ്റ്റായിട്ട് വേണ്ടി വരും. ആൻഡ് സംടൈംസ് ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ പെയിൻ ആയിട്ട് വരുമ്പോൾ പ്രഗ്നൻസിയിൽ മെഡിസിൻസ് കൊടുത്തിട്ട് ഈ യൂട്രസ് കൺട്രാക്ഷന് പോവാത്ത രീതി പ്രീ ടേം ലേബറിന് പോവാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരാം. ഇതാണ് 2 കാര്യങ്ങൾ. സോ ഇതൊക്കെ നമ്മൾ പ്രഗ്നൻസി വിത്ത് ഫൈബ്രോയിഡ്സ് കണ്ടു. ഇനി വളരെ കോമൺ ആയിട്ട് ഈ ലോക്ക്ഡൗൺ ടൈമിൽ കേൾക്കുന്നത് റീസെൻ്റ്ലി എനിക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് മനസ്സിലായി ഡോക്ടർ, നല്ല ഹെവി പെയിനും ബ്ലീഡിങ് തുടങ്ങിയിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേ? ദർ ആർ മെഡിസിൻസ് ടു പോസ്റ്റ്പോൺ ദിസ് ഗ്രോത്ത് ഓഫ് ദ ഫൈബ്രോയിഡ്സ്, ടു കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് ദ ഫൈബ്രോയിഡ്സ് ആൻഡ് ടു postpone the surgery. But definitely will the fibroid disappear, fibroid complete ആയി മാറിപ്പോവോ, നമ്മൾ ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ there are the medicines which will help in shrinkage of the fibroids. എന്നിട്ട് അത് നമുക്ക് ഫോളോ അപ്പിൽ നിന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സർജറി. സോ ഇറ്റ്സ് മോസ്റ്റ്ലി യൂസ്ഫുൾ ഇൻ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ്. ഇപ്പോൾ 45-46 വയസ്സുള്ള ആൾക്കാർ നമുക്കിങ്ങനെ ഹെവി ബ്ലീഡിങ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ട് ശേഷം ഫൈബ്രോയിഡ്സ് ഷ്രിങ്കേജ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്തിട്ട് നോക്കും. ദെർ ആർ ടാബ്ലറ്റ്സ് ആൻഡ് ഇഞ്ചെക്ഷൻസ് വിച്ച് ക്യാൻ ഷ്രിങ്ക് ഇറ്റ്. 3 months to 6 months എടുക്കേണ്ടി വരാം. എന്നിട്ട് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, വേറെ സിംറ്റംസ് പുതിയതായിട്ടൊന്നും വരുന്നില്ല, ദേ ആർ റെസ്പോണ്ടിങ് വെരി വെൽ ആൻഡ് ദേ നീഡ് എ സ്ട്രിക്റ്റ് ഫോളോ അപ്പ്. ടാബ്ലറ്റ്സ് എടുത്തു, ഇനി അവിടെ പോകണ്ട, ഇപ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല, വിട്ടേക്കാം, അങ്ങനെ വേണ്ട. ദിസ് ഹാസ് ടു ബി ഫോളോഡ്. സോ മെനോപോസ് കഴിഞ്ഞിട്ട് പീരിയഡ്സ് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈബ്രോയിഡ്സ് തന്നെ ദേഹത്തിൽ ചുരുങ്ങാനുള്ള സാധ്യത ഒത്തിരി ഹൈ ആണ്. ചുരുങ്ങി പോകും മീൻസ് ഒരു 1 to 2 സെൻറ്റിമീറ്റേഴ്സ് ആണ് ചുരുങ്ങാൻ പോകുന്നത്. സോ 13 സെൻറ്റിമീറ്റർ ഇങ്ങനെ വലിയ ഒരു 5 മാസ ഗർഭിണി സൈസൊക്കെ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചുരുങ്ങി പോകുമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി റിമൂവ്. പക്ഷേ ഈ നമ്മുടെ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഉള്ള മുഴകളാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റും. So I would like to summarize the talk by telling in this fibroids നമ്മൾ അറിഞ്ഞത് 5-6 മെയിൻ പോയിൻറ്റ്സ് ആണ്. ഇറ്റ്സ് നോട്ട് എ ക്യാൻസറസ്, പേടിക്കാനൊന്നുമില്ല, പക്ഷേ ഇറ്റ് നീഡ്സ് എ കോൺസ്റ്റൻറ്റ് കോംപ്ലൈൻറ്റ് ഫോളോ അപ്പ്. മീൻസ് പേഷ്യൻ്റ് ഒരു കോംപ്ലൈൻസ് ഉണ്ടാവണം, അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ആ അറിവിൽ നമ്മൾ പോയിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഗൈനക്ക് പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ ഒത്തിരി പ്രശ്നമുള്ള മുഴയൊന്നും അല്ല. വളരെ കോമൺ പ്രോബ്ലമാണ്, പക്ഷേ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. മെഡിസിൻസ് ആൻഡ് സർജറി കൂടെ hand in hand it goes. So keep all these 10 points which we are discussing today in mind. I would like to share the slides with you. Thank you.